ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി ഗവർണറുടെ നടപടി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യൂണിവേഴ്സിറ്റി നൽകാത്ത പേരുകൾ എങ്ങനെ ചാൻസലർക്ക് കിട്ടുന്നു? പാനൽ പേരുകളിൽ ഗവർണർ വിവേചനാധികാരം ഉപയോഗിക്കുന്നില്ല. ഏതോ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഗവർണർ ആളെ കണ്ടെത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഗഡ്വാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കരിങ്കൊടി വന്നപ്പോൾ തങ്ങൾ അവരെ കൈവീശുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. ഇനി പ്രവർത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുധാകരൻ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം നടത്തിയത്. സംസ്ഥാനത്തിന്റെ താങ്ങുവില നൽകാൻ പോലും റബ്ബർ ബോർഡ് തടസ്സം നിൽക്കുന്നതായ ഗുരുതരമായ ആരോപണങ്ങളും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ മാത്രമായിരുന്നു വാർത്താ സമ്മേളനം. പിന്നീട് ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. വിവേകമില്ലാത്ത നടപടിയാണ് SFI വിദ്യാർത്ഥികളോട് ഈ ഗവർണർ സ്വീകരിക്കുന്നത്. വലിയ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർക്കാൻ ബോധപൂർവമായ ശ്രമമാണ് ഗവർണർ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഇക്കാര്യങ്ങൾ പ്രോട്ടോകോൾ ലംഘനമടക്കം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇത് കേന്ദ്രം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുകയാണ് അദ്ദേഹം. കേരളത്തിലെ ഗവർണറാണ് എന്ന കാര്യം തന്നെ മറന്നുപോവുക. അദ്ദേഹം സ്വീകരിച്ച നടപടി സ്വാഭാവികമായി പ്രതിഷേധം ക്ഷണിച്ചു വരുന്ന ഒന്നാണ്. എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തീർത്തും വിവേകരഹിതമായ ഇടപെടലില്ലേ എന്താണ്? ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതിന് പിന്നാലെ തങ്ങൾ എങ്ങനെയാണ് തങ്ങൾക്കെതിരെയും കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നിങ്ങളെല്ലാം കണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തുടർന്നത്. താൻ ഈ കരിങ്കൊടിക്കാരെ അഭിവാദ്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആരെയെങ്കിലും പള്ളു പറയാൻ ചീത്ത വിളിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ലല്ലോ, അവരെ നേരിടാൻ ഞങ്ങൾ ആരും തയ്യാറാകുന്നില്ലല്ലോ എന്ന മറു ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തി. ഒരുപാട് നെരുക്കടി വരികയും ഈ ബസ്സിന്റെ മുന്നിൽ ചാടി വഴിയാണെങ്കിൽ തള്ളി മാറ്റുന്നൊക്കെ വിവാദങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. ആ കൈവഴിയുമായിട്ട് വരുന്നവർ മറ്റുള്ളവരുടെ നേരെ കൈവീശു പോലെ തന്നെ അവരുടെ നേരെ ഞാൻ കൈവീശു. അവരെ ആരെങ്കിലും കുറി പറഞ്ഞു, അവരാരെങ്കിലും ഗുണ്ടാസാണെന്ന് പറഞ്ഞു, അവരെ ആരെങ്കിലും വള്ളു പറയാൻ ഞങ്ങൾ ആരെങ്കിലും തയ്യാറായി. സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പുരുഷന്റെ അവകാശം ഇത് തന്നെ എല്ലാവരും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്രമ രൂപത്തിലേക്ക് മാറിക്കൊണ്ടുവന്ന